ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പഠനത്തിൻ്റെ ഒരു പഠിക്കണം, ഞാൻ ചെയ്യുന്നത് മാക്സിമം ആവണം എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അപ്പോൾ ഈ ഒരു ഓണർക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഓണറിന് എല്ലാവരെയും മീറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. മീറ്റ് ചെയ്യണം എന്ന് മാത്രമല്ല, പേഴ്സണലായിട്ട് ചിലപ്പോൾ ആണെങ്കിൽ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കാൻ പറ്റിയെന്ന് വരും. അതിനപ്പുറത്തേക്ക് ഇവരുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ്മാൻഷിപ്പിൻ്റെ ഗൈഡൻസും ട്രെയിനിങ്ങും ഒന്നും കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എങ്ങനെയാണ് ഒരു സിസ്റ്റം, നമ്മൾ കുറേ സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ടിങ് സിസ്റ്റം, സെയിൽസ്മാൻ്റെ പ്രോഫിറ്റബിലിറ്റി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, KPI ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ അവരെ മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒരു ബിസിനസ്സിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, അനീഫിക്ക്, എപ്പോഴാണ് ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നത്? ഞാൻ പറയുന്നത് എൻ്റെ കീഴിലുള്ള ആളുകൾ കേൾക്കണമെങ്കിൽ വില്ലിംഗ്ലി കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതല്ല, ഒരു ട്രോൾ കേട്ടിരുന്നില്ല, ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ളതാണ്, ഞാൻ പറഞ്ഞത് ഒരു പോകണം അങ്ങോട്ടും ഞാനും നിങ്ങളും പറഞ്ഞിട്ടൊരു ക്ലിപ്പ് കേട്ടിരുന്നില്ല. അത് കേട്ടപ്പോഴാണ് മനസ്സിലായി, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ അടുത്തുള്ള വിവരവും നിങ്ങളുടെ അടുത്തുള്ള എക്സ്പീരിയൻസും വെച്ചിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്, പ്രോസസ് ചെയ്യുന്നത്. അതെ, അങ്ങനെയാണ്. അതേപോലെ നിങ്ങൾ എന്നോട് പറയുമ്പോഴും ഞാൻ എൻ്റെ അടുത്തുള്ളത്, എൻ്റെ പ്രേക്ഷകരായ ആയിരങ്ങൾ എന്തെയും നമ്മളെ പ്രേക്ഷകർ കേൾക്കുന്നത് അവരുടെ അടുത്തുള്ള ഐഡിയാസും വിവരം വെച്ചിട്ടാണല്ലോ. അതുകൊണ്ട് ഈ പറയുന്നതൊന്നുമല്ല, അങ്ങനെയാണ് ആ പറഞ്ഞ ആ ക്ലോസ് എത്തി. പക്ഷെ അത് എന്താ ഏതാന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ട്രോൾ ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, എപ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ട് അതുപോലെ അനുസരിക്കുന്നത്? അതെ, അത് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ കീഴിലുള്ള ആളുകൾക്ക് മുകളിലുള്ള ആളുകളെ റെസ്പെക്ട് തോന്നണം. ഏറ്റവും ബേസിക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്കൊരു അസുഖം വന്നു, പനി വന്നു, ഞാനൊരു ടാബ്ലറ്റ് എടുത്ത് നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ അത് കുടിക്കുകയോ ഇല്ലയോ? ഞാൻ ഡോക്ടറല്ല, ഡോക്ടറല്ല ഞാൻ, അതെ, ഡോക്ടർ അല്ലെങ്കിൽ കുടിക്കില്ല. ഞാനൊരു ഡോക്ടറാണെങ്കിൽ ഈവൻ അത് തെറ്റായ മരുന്നാണെങ്കിലും നിങ്ങൾ കുടിക്കാനുള്ള സാഹചര്യമുണ്ട് അല്ലേ? കാരണം എന്താ, നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു. എൻ്റെ കഴിവിൽ ഞാൻ ആസ് എ ഡോക്ടർ എൻ്റെ ആ കഴിവിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു ട്രസ്റ്റ് എപ്പോഴും എംപ്ലോയീസിന് അവരുടെ മുകളിലുള്ള ആളുകളിലോട്ട് ഉണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ആര്? മുകളിലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞത് ഇദ്ദേഹം കേൾക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് ഭീഷണി സ്വരത്തിലും പറയാം, ഞാനൊരു മാനേജറാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ ജസ്റ്റ് അത് ഇതാകുന്ന ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവിടെ എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇദ്ദേഹം അത് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണെങ്കിലും അവരത് ചെയ്യും. അവരുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് ചൂഴ്ന്നെടുത്ത് അവർക്ക് ചോദിക്കാതെ തന്നെ അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കാനും ഈ പറയുന്ന ആൾക്ക് കഴിഞ്ഞാൽ അപ്പോഴാണ് അവർ നമ്മളെ വിശ്വസിക്കുന്നതും നമ്മളെ ഫോളോ ചെയ്യുന്നതും അനുസരിക്കുന്നതും. അത് മാത്രമല്ല സാർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കേൾക്കുന്നവൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അത് ഇതിലൊരു സ്വാധീനമുണ്ട്. പറയുന്ന ആൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ളൊരു റിസ്ട്രിക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 100 കാര്യം പറഞ്ഞാൽ അതിൽ 1 or 2 ഒക്കെ ഉള്ളൂ അതിൽ അവരുടെ പഴയതിലേക്ക് കയറിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവരതേ ചെയ്യുള്ളൂ, ബാക്കി 98% ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യണത്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തു, എന്നിട്ടും കണ്ടോ അവൻ പോയിട്ട് ആ പഴയ കാര്യം തന്നെ ചെയ്യുന്നു. അവനെങ്ങനെ കുറ്റം പറയും? അവന് വിവരമില്ല, അങ്ങനെയാണ്, അവനൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും നിരന്തരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 4 അപ്പോൾ ആദ്യത്തെ 2 ഒന്നുകൂടി സ്ട്രോങ് ആവും. വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു, മോനെ എന്താണ് പ്രശ്നം, ഇവിടെ കണ്ടോ ഇങ്ങനെ നിൻ്റെ ഭാഗത്ത് ഇത്ര മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, ഈ റെഡിനെ നിനക്ക് നീലയാക്കാൻ എൻ്റെ സഹായം വല്ലതും വേണം. നമ്മളെ ആളുകൾ പറയേണ്ടത് അങ്ങനെ, ഈ ഉയർന്ന ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ സഹായം എന്തെങ്കിലും വേണം. അത് നിനക്ക് ഇവിടെ വല്ല ക്ലാരിറ്റി കുറവുണ്ടോ? നിനക്ക് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാം, 1 or 2 പ്രാവശ്യം നീ അത് ചെയ്യുമ്പോൾ നിനക്കത് നിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമ്പോൾ നിനക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കൂടെ നിൽക്കുക. നെക്സ്റ്റ് ഒരു ഇതാണ്, പറയുന്നത് കേൾക്കണമെങ്കിൽ അവന് തന്നെ തോന്നണം, ഇയാൾ എൻ്റെ കൂടെ നിൽക്കുന്നു, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയും ഇയാൾ എൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊരു ട്രസ്റ്റ് കൂടെ അവന് വേണം. ഇത് നമ്മൾ 1 or 2 പ്രാവശ്യം പറയുകയും പിന്നെ അവനെ ചീത്ത പറയുകയും അവന് തലയിലൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് പിന്നെ അടുത്ത ആളെ കൊണ്ടുവരണം, അവനോട് ഇത് പറയും 1 or 2 പ്രാവശ്യം, വീണ്ടും എന്ത് ചെയ്യും? അവനെ മാറ്റേണ്ടി വരും. ഈ മാറ്റുന്ന പണിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബിസിനസ്മാൻമാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒരിക്കലും വിടരുത്.
ഇത് മനുഷ്യൻ ഇങ്ങനെയാണ്, അവൻ അവൻ്റെ ഐഡിയ കേട്ടിട്ടേ അവൻ കേൾക്കുന്നുള്ളൂ. മനുഷ്യൻ്റെ പ്രകൃതം ഇതാണ്. ഇവൻ ഒരു 10 കാര്യം പറഞ്ഞു കൊടുത്താൽ ഒന്ന് പോലും ചിലപ്പോൾ അവൻ എടുത്തില്ല. വീണ്ടും വീണ്ടും പറയുമ്പോഴേ അവനത് എടുക്കുന്നുള്ളൂ. കൂടെ നിന്ന് കൈ പിടിച്ച് എഴുതിക്കാൻ വന്നില്ലേ എന്ന പോലെ ചെയ്യിച്ചാലേ നമുക്ക് ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ.